എല്ലാരും സംസാരിക്കുന്ന കുഞ്ഞേച്ചിക്ക് വേണ്ടി തന്നെയാ. അവിടെയാണെങ്കിൽ സത്യമ്മ കുഞ്ഞേച്ചി കഴിച്ചെങ്കിലേ കഴിക്കൂ. ആ കുഞ്ഞേച്ചി കിടന്നെങ്കിലേ സത്യമ്മയ്ക്ക് ഉറക്കം വരൂ. അത് കണ്ടിട്ടും കൂടിയാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ദാ ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവിടെയും കുഞ്ഞേച്ചിയുടെ മഹത്വം മാത്രം. ചെയ്തതെല്ലാം വെച്ച് നോക്കുമ്പോ ആ വാക്ക് തന്നെയാ അവൾക്ക് ഉപയോഗിക്കേണ്ടത്. നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഒരമ്മയും ചെയ്യാത്ത കാര്യമാ അവള് ചെയ്തത്. നിനക്ക് പപ്പിയെ നിന്റെ മോളെന്ന് പറയാൻ ഒരർഹതയില്ല ശ്യാമേ. പിന്നെ നിന്റെ ഭർത്താവ് അവിടെ പഞ്ചപുച്ച അടക്കി നിൽക്കുന്ന കാര്യം, അവനെ സത്യാമ്മയുടെ ദത്തുപുത്രനാ. അവനവിടെ അങ്ങനെ നിൽക്കാനുള്ള അർഹതയുള്ളൂ മോളെ. അവര് പറയുന്ന എന്താന്ന് വെച്ചാ അനുസരണ അവിടെ ചെയ്തു കൊടുക്കണം. കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ പുതിയൊരു ജോലിയും കൂടി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊട്ടേഷൻ പരിപാടി. കളക്ഷൻ ഏജന്റേ. എപ്പോഴാ ആരുടെങ്കിലും കത്തിക്ക് തീരുന്നെന്ന് പറയാൻ പറ്റില്ല. ഈ പണി തന്നെയല്ലേ വിഷ്ണു എടുത്തോണ്ടിരുന്നത്? ശാലിനി അതറിഞ്ഞ് കലിതുള്ളി ഇവിടെ വന്ന് എന്നോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മേ, വിഷ്ണു ഏട്ടനെ പോലെയാണോ രോഹിത്? ആ, എനിക്ക് രണ്ടുപേരെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഓ, അപ്പൊ എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണല്ലേ? എടി, ഒറ്റപ്പെടുത്താനല്ല. നീ നിന്റെ ജീവിതം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുക. അംഗബലവും അവകാശവും രോഹിത്തിന്റെ ഭാഗത്താ. അവൻ വന്ന് ചോദിച്ചാ നിനക്ക് പപ്പിയെ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കഥകളെല്ലാം രോഹിത്തിന് അറിയുകയും ചെയ്യാം. അതെ, ചോദിച്ചു വരട്ടെ. ചോണയുണ്ടെങ്കിൽ ചോദിച്ചു വരട്ടെ. വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും ഒക്കെ വരട്ടെ. പിന്നെ മോളുടെ രഹസ്യം അത് ഇതുവരെ സത്യം അറിഞ്ഞിട്ടില്ലല്ലോ. അതറിയിച്ചാൽ എന്തൊക്കെ തകരുമെന്നും ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് മുക്കാൻ നോക്കണ്ടാരും. മുക്കാൻ ശ്രമിച്ച കൂട്ടത്തോടെ മുക്കിയിട്ട് ഞാനും മുങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട, എല്ലാ കള്ളക്കളെയും ഞാൻ വിളിച്ചു പറയും. എനിക്ക് എന്റെ നിലനിൽപ്പാ വലുത്. എടി, ഈശ്വര, കുഴപ്പങ്ങളിലൂടെ മാത്രമാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ എന്റെ ഭഗവാനെ ഒന്ന് പരിഹരിക്കുക? ഒന്ന് മാറി ഒന്ന്. അമ്മേ പറ. ആ മോളെ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണത്തില്. ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോഴാ അമ്മ വിളിച്ചേ. അപ്പൊ നീ വീട്ടിലേക്ക് പോയില്ലേ? എന്താ അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് വല്ലാത്തൊരു ദിവസം. അപ്പോ മോള് കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണില്ലല്ലേ? എന്താ അമ്മേ, എന്താ കാര്യം? ശ്യാമ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്ന് നിപ്പുണ്ട്. രോഹിത്തിനെ എന്തോ പണിയെ ഏൽപ്പിച്ചെന്നൊക്കെ അവള് പറയുന്നേ. ശ്യാമയ്ക്കിപ്പോ എല്ലാവരോടും വൈരാഗ്യം അമ്മേ. എന്നോട് പോലും ഒരു വൈരാഗ്യ ചൊവ്വയോടെ മാത്രമേ അവള് സംസാരിക്കുന്നുള്ളൂ. എന്നോടിപ്പോ ഇങ്ങനെയാവുമ്പോ മറ്റുള്ളവരോടുള്ള അവളുടെ പെരുമാറ്റം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് സംസാരിക്കാം. ശരി.